ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ അനുഗ്രഹം എടുത്ത ആ മദർ ചോദിക്കേണ്ടതല്ല, എത്ര മണി വരെ ഉണ്ട് തനിക്ക് ട്രെയിനിങ്? 7 മണി വരെ. 8 മണിക്ക് ഇത് ഓഫ് ചെയ്യും, അതുകൊണ്ടാണെന്ന് പറയുമ്പോഴേക്കും അത് കുഴപ്പമില്ല, അങ്ങനെ 8 മണി കഴിയണമെങ്കിൽ ഞാൻ മഹേശ്വരന്റെ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയാണ്. ലോക്കൽ ഗൈഡൻ ആയിട്ടുള്ള നമ്മുടെ വിനോദിനെ മാത്രമേ അനുഗ്രഹേനെ എല്ലാ ദിവസവും കാണാനുള്ള അനുവാദമുള്ളൂ എന്ന് അവിടുത്തെ മദർ പറയുമ്പോഴേക്കും അത് മതി എന്ന് നമ്മുടെ അനുഗ്രഹം പറയാട്ടോ. അത് കേൾക്കണത് നമ്മുടെ സുചിത്രക്കാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യം വരും കേട്ടോ. ശേഷം അവർ 3 പേര് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി കഴിയുമ്പോഴേക്കും അനുഗ്രഹം പറയണ്ട്, എടാ വിനോദ്, നീ എല്ലാ ദിവസവും എന്നെ കാണാൻ വരണം കേട്ടോ. വരാടി. ശരി, എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ. ശരി എന്ന് പറയാണ്. അങ്ങനെ സുചിത്രനെയും കൂട്ടിക്കൊണ്ട് വിനോദ് വണ്ടിയിലേക്ക് കയറുക കേട്ടോ. വണ്ടിയിൽ കയറി കഴിയുമ്പോൾ സുചിത്ര പറയണ്ട്, ആഹാ, നീ അപ്പൊ എല്ലാ ദിവസവും അവളെ കാണാൻ വേണ്ടി വരുമല്ലേ എന്ന് പറയുമ്പോൾ വിനോദ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണിനെ അതുപോലെ തന്നെ മാഷിനെയാണ്. പ്രിയാമണി ഇങ്ങനെ പത്രത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് മാഷ് പറയുന്നുണ്ട്, താനിതെന്താ നോക്കിക്കൊണ്ടിരിക്കണത്? അതോ നമ്മുടെ സുജിക്ക് മാച്ച് ആയിട്ടുള്ള പൊരുത്തുള്ള നാളുകൾ നോക്കുമായിരുന്നു. ഓഹോ, എന്നിട്ട് കിട്ടിയോ? അപ്പൊ അവളെ പെട്ടെന്ന് കെട്ടിച്ചയക്കാനുള്ള ഉദ്ദേശമാണോ? പിന്നെ അവളെ കെട്ടിച്ചയക്കണ്ടേ? ദേ അവളും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തലയിൽ കയറാണ്ട് ആളുണ്ടാവില്ല കേട്ടോ. അത് ശരിയാ, പക്ഷെ പെൺകുട്ടിയാണ്, ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ ഒരു കാര്യം ചെയ്താൽ മാട്രിമോണിയിൽ ഒരു പരസ്യം കൊടുക്കുക, അതാകുമ്പോഴേക്കും പയ്യന്മാരുടെ ആലോചന വന്നോളും. അതൊന്നും വേണ്ട, സുജി നമ്മുടെ വിനോദിനുള്ളതാ. താൻ ഉറപ്പിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കാര്യം ചെയ്യ്, വിനോദിന്റെ ജാതകെ താൻ നേരെ പോയിട്ട് 101 പോയിട്ട് സ്വപ്നയോട് ചോദിക്കേ, അതാകുമ്പോഴേക്കും അവരെടുത്ത് തരും. പിന്നെ അവരോട് ചോദിക്കാനാ, ഞാനൊന്നുമില്ല എടോ. അതൊന്നും വേണ്ട. ജാതകവും നാളൊക്കെ നോക്കിയിട്ടാണോ ഈ നാട്ടിലെ കല്യാണങ്ങളൊക്കെ നടക്കണത്. എന്നിട്ട് ഡിവോഴ്സും അതുപോലെ തന്നെ എന്തൊക്കെയാ സംഭവങ്ങളും നടക്കണത്. അതുകൊണ്ട് ജാതകവും കാര്യങ്ങളും ഒന്നും നോക്കാതിരിക്കണത് പ്രിയാമണി നല്ലത്. അതും ശരിയാ എന്ന് പ്രിയാമണി പറയാണ്. പിന്നീട് വിനോദിന്റെ കാര്യം, അത് മഹേഷിന് അറിയില്ല, 101 ആർക്കും അറിയില്ല. ആദ്യം വിനോദ് അവിടെ പറയട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം. അത് മതി എന്ന് പറയാണ്. പിന്നീട് നമ്മുടെ മാഷ് പറയണ്ട്, അത് മാത്രമല്ലടോ, വിനോദ് പറഞ്ഞു കേട്ട് അവരായിട്ട് വന്ന് ആലോചിക്കണത് നല്ലത്. അല്ല, മാഷിന് അനുഗ്രഹനെ കുറിച്ച് എന്താ അനുഗ്രഹം? അഭിപ്രായം, അനുഗ്രഹമൊക്കെ കല്യാണത്തിന് കിട്ടണതല്ലേടോ. അനുഗ്രഹം അല്ല, അനുഗ്രഹ. ഇവിടെ വന്ന ആ പെൺകുട്ടി, അനുഗ്രഹം നല്ല പെൺകുട്ടിയാ, വെറും നല്ല പെൺകുട്ടിയല്ല, എന്തൊരു ഐശ്വര്യ മുഖത്ത്, എന്തൊരു വിനയമൊക്കെ ആ പെൺകുട്ടിക്ക്. ചിലപ്പോ അത് അഭിനയമാണെങ്കിലോ എന്ന് മാഷി പറയുമ്പോ, അഭിനയമല്ല. ഒരാളെ സംസാരിക്കാൻ പറയാം, അത് അഭിനയമാണോ അതോ ഒറിജിനൽ ആണോ? അനുഗ്രഹം എന്ന് പെൺകുട്ടി ഒറിജിനൽ തന്നെയാ. നാട്ടുംപുറത്ത് ജനിച്ചു വളർന്ന പെൺകുട്ടിയുടെ അതേ സ്വഭാവം, പക്ഷെ സിറ്റിയിലെ ജനിച്ചു വളർന്ന കണ്ടാ പറയാവോ? എങ്കിൽ താനൊരു കാര്യം ചെയ്യ്, അനുഗ്രഹനെ വിനോദിനെ കൊണ്ട് കെട്ടിക്കേ, കൊല്ലും ഞാൻ. വിനോദ് നമ്മുടെ സുജിക്കുള്ളതാ. അപ്പൊ അനുഗ്രഹനെ ഇഷ്ടപ്പെട്ടും ചെയ്ത് വിനോദിനെ കൊണ്ട് കെട്ടിക്കാനും പറ്റില്ല. അതല്ല മാഷെ, അനുഗ്രഹ നല്ലൊരു കുട്ടിയാ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവൾ അമ്മയെന്ന് വിളിച്ചപ്പോ തനങ്ങളുടെ അമ്മയായി പോയല്ലേ? അതെ. കൊള്ളാം എന്നൊക്കെ നമ്മുടെ മാഷു പറയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സുചിത്രനും അതുപോലെ തന്നെ വിനോദിനെയാണ് കേട്ടോ. സുചിത്രക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്. വിനോദ് പറയണ്ട്, താൻ കുറച്ചു മുമ്പ് ഒരു കഥ പറഞ്ഞല്ലോ, താജ്മഹലിന്റെ കഥ, പുതിയ മുംതാസിന്റെയും ഷാജഹാന്റെ കഥയൊക്കെ. അത് ഏത് പുരാണത്തിലുള്ളതാ? പുരാണമല്ല, അത് എന്റെ കഥയാണ്. ഈ പുരാണത്തിലുള്ളതാ, സുജി പുരാണത്തിൽ. കൊള്ള, തനിക്കൊട്ടും കുശുമ്പില്ലല്ലേ? അവളുടെ ഒരു ഇഴകിച്ചേരലും അവളുടെ നാണം കുണുങ്ങലും. അവളൊരു പാവം പെൺകുട്ടിയാടോ, തനിക്ക് അറിയാൻ പാടില്ലാനട്ടാ. ശരിക്കും നഗരത്തിന്റെ ഒരു പൊയ്മകില്ലാത്ത ഒരു പാവം പെൺകുട്ടി. അവളുടെ അമ്മ അങ്ങനെ തന്നെയാണ് കേട്ടോ, പാവമാണ്. മഹേശ്വരന്റെ കൂട്ട്, മഹേശ്വരന്റെ ഒരു അസൈൻമെന്റ് അത്രയായിട്ട് എന്നെ ഇതിൽ വിചാരിച്ചിട്ടുള്ളൂ. തനിക്ക് ഭയങ്കര കുശുമ്പാണെന്ന് തോന്നണോ? കുശുമ്പൊന്നല്ല, അറിയാലോ, എനിക്ക് ഒരു പ്രാവശ്യം ഒരു അഗാധമുള്ളതാ വിവേകായിട്ട്. അന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാ. അന്ന് ഒരാളായിട്ട് പ്രണയിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തീരുമാനിച്ചതായിരുന്നു. അപ്പോഴാ നീ വന്നത്, ഓൾഡ് മെമ്മറീസ് ആയിട്ട്. ഞാൻ പെട്ടെന്ന് നീ ആയിട്ട് പ്രണയിച്ചു പോയി. ഇനി ഒരു അഗാധം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല വിനോദ് എന്ന് പറയുമ്പോ, താൻ എന്താ ഇങ്ങനെ? ഞാൻ തന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുചിത്രയുടെ കയ്യിലേക്ക് വിനോദ് കയറി പിടിക്കാട്ടോ. അപ്പോഴാണ് സുചിത്രക്ക് ഒരു സമാധാനമൊക്കെ ആവണത്. അതിനുശേഷം കാണിക്കുന്നത് മഹേഷ് ചിപ്പി ഇങ്ങനെ ഇരിക്കട്ടോ. മഹേഷ് പറയണ്ട്, ചിപ്പി ഇന്ന് സ്കൂളിലെ വിശേഷം പറഞ്ഞില്ലല്ലോ, എന്തായിരുന്നു സ്കൂളിലെ പ്രധാന വിശേഷം? അതോ മദേഴ്സ് ഡേ വരണല്ലേ, അപ്പൊ സ്പീച്ച് ഒന്ന് സംസാരിക്കണം. മദറിനെ കുറിച്ച് സംസാരിക്കരുത് ഡാഡി, എനിക്ക് മദർ ഡേക്ക് പറയാനായിട്ട് ഒരു സ്പീച്ച് ഉണ്ടാക്കി തരാവോ? അപ്പൊ അമ്മേനെ കുറിച്ച് പറയണോ അല്ലേ? അമ്മേനെ കുറിച്ച് നല്ലത് പറയണോ ചീത്തത് പറയണോ? എന്റെ അമ്മ നല്ലതല്ലേ, അപ്പൊ നല്ലത് പറഞ്ഞാൽ മതി. ഓക്കെ, എങ്കിൽ മോളും നോട്ട് ചെയ്തോ. അമ്മ എന്നോട് എപ്പോഴും പറയും, ഞാൻ നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്റെ അമ്മേനെ കുറിച്ച് അസൂയ തോന്നും. അമ്മ എടുത്ത്
ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ ഒന്നും പറയാറില്ല. സമൂഹത്തിൽ നല്ലൊരു വ്യക്തി ആവാനാണ് പറയണത്. ആഹാ, ഇത് അമ്മ പറയുന്ന വാക്കാണല്ലോ ഡാഡി. അതെ. പിന്നെ അമ്മ എന്നോട് പറയാറുണ്ട്, എല്ലാ പിള്ളേരും ഒരുപോലെ കാണണം, പണക്കാരനെന്നോ പാവപ്പെട്ടവരെന്നോ നോക്കാറില്ല, ഒരാളെ സഹായിക്കാൻ പറ്റിയ സഹായിക്കണം എന്നൊക്കെ പറയാറ് എന്ന് പറയുമ്പോഴേക്കും കൊള്ളാം. അപ്പൊ അമ്മ ഡാഡിനെ നന്നായിട്ട് സ്റ്റഡി ചെയ്യാറുണ്ട്, ഡാഡി അമ്മേനെ നന്നായിട്ട് സ്റ്റഡി ചെയ്യാറുണ്ടല്ലേ. പിന്നെ അല്ലാതെ മോളുടെ അമ്മയെ നല്ല അമ്മയാണെന്ന രീതിയിൽ നല്ല അമ്മയാണെന്നും അതുപോലെ തന്നെ അമ്മ പറയാനുള്ള ഡയലോഗ്സ് ഒക്കെ ഇതുപോലെ പറഞ്ഞാൽ മതി. ഡാഡി ഇതൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ എഴുതി തരാവോ? തരാലോ. അല്ല ഡാഡി, ഇന്നല്ലേ അമ്മ ഇഷാദേട്ടനെ കൊണ്ടുവരാന്ന് പറഞ്ഞത്? അതെ. ചിലപ്പോ തന്റെ അമ്മ മറന്നുപോയി കാണുമായിരിക്കും. തന്റെ അമ്മയ്ക്കേ മറവി രോഗമാണല്ലോ. അരണയോ? അതെന്താ? അരുണാചലം മറവി രോഗമുള്ള ഒരു ജീവിയാ മോളെ എന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ ഇഷിത അങ്ങോട്ട് വരുവാട്ടോ. ആഹാ, അരണ വന്നല്ലോ എന്ന് ചിപ്പി പറയുമ്പോ, അരണയോ? ആ, അമ്മ അരണയല്ലേ? അമ്മ ഇന്ന് മറന്നുപോയില്ലേ ഇഷാദേട്ടനെ കൊണ്ടുവന്ന കാര്യം? ഓ, ഇഷാദേട്ടനോ? ഇഷാദേട്ടൻ പോയി എന്ന് പറയാണ്. അപ്പോഴേക്കും മഹേഷ് അവിടെ എനിക്ക് എഴുന്നേക്കുന്നുണ്ട്. പോയെന്നോ? തന്നോട് പറയാതെയോ? അതെ. എന്നല്ലാത്തവന് ഓർമ്മശക്തി തിരിച്ചിട്ട് ഭയങ്കര ബഹളമെന്നൊക്കെയാ സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞത്. അവനവന്റെ അച്ഛനമ്മയടുത്തായിരിക്കും പോയിട്ടുണ്ടാവാ. സാരില്ലടോ, അവനല്ലെങ്കിൽ പോകുമെന്ന് തനിക്ക് അറിയായിരുന്നല്ലോ. പിന്നെ താനല്ലാട്ടോ പെട്ടെന്ന് സ്നേഹത്തിലാകും. മാത്രമല്ല പിള്ളേരാകുമ്പോഴേക്കും അതിന്റെ ആഴം കൂടും. സാരില്ല, എപ്പോഴെല്ലാം അവൻ പോവേണ്ടതല്ലേ. തനിക്ക് വിഷമം ഉണ്ടാവുമെന്ന് അറിയാം, എങ്കിലും മറക്കാൻ വേണ്ടി ശ്രമിക്കണം. ശരി. അത് ചിപ്പി ഇങ്ങനെ ഇരുന്നാ മതിയോ? ഉറങ്ങണ്ടേ? അമ്മ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാൻ അനിഷിത. അതിനുശേഷം നമ്മുടെ ചിപ്പിയെടുത്ത് പറയുന്നുണ്ട്, മോളെ വാ ഉറങ്ങാം. മോളിന്ന് ഇവിടെയാണ് കിടക്കേണ്ടത്. അതെ, ഇന്ന് അമ്മേനെ അച്ഛനെ കുറച്ച് ഡിസിപ്ലിൻ പഠിക്കാൻ വേണ്ടി വിചാരിച്ചു. എന്നിട്ട് നമ്മുടെ ചിപ്പി നടുക്ക് കിടക്കാണ്. തൊട്ടിപ്പുറത്ത് മഹേഷും തൊട്ടപ്പുറത്ത് ഇഷിതയും കിടക്കുന്നുണ്ട്. അവരുടെ രണ്ടുപേരുടെയും കൈ നമ്മുടെ ചിപ്പി കെട്ടിപ്പിടിച്ചിനെ കിടക്കുവാട്ടോ. അപ്പൊ രണ്ടുപേരുടെ കൈ പരസ്പരം മുട്ടുന്നുണ്ട്. രണ്ടുപേരും കൈ മാറ്റുവാണ്. വീണ്ടും ചിപ്പി അവരുടെ രണ്ടുപേരുടെ കൈ എടുത്ത് മേത്തേക്ക് വെക്കുവാണ്. വീണ്ടും അവർ കൈ മാറ്റേണ്ട. ആഹാ, ഇത് കൊള്ളാലോ, മാഗ്നറ്റ് പോലെ റിഫ്ലക്ഷൻ. രണ്ടുപേരും കൈ ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിനെ കിടക്കുവാണ്. ശേഷം രണ്ടുപേരും നല്ല ഉറക്കാകുമ്പോഴേക്കും ചിപ്പി പതുക്കെ കണ്ണു തുറക്കുവാട്ടോ. അതിനുശേഷം രണ്ടുപേരുടെ നടുക്കുന്ന് പതുക്കെ ഊരി അങ്ങോട്ട് മാറുവാണ്. എന്നിട്ട് മഹേഷിന്റെ ഇപ്പുറത്തെ സൈഡിൽ വന്ന് കിടക്കുവാണ്. എന്നിട്ട് മഹേഷിനോട് പറയണ്ട്, ഡാഡി അങ്ങോട്ട് നീങ്ങി കിടന്നേ, എനിക്കൊട്ടും സ്ഥലമില്ല. ഉറക്കത്തിലായതുകൊണ്ട് തന്നെ മഹേഷ് കുറച്ചങ്ങോട്ട് നീങ്ങി കിടക്കുവാട്ടോ. ഇനി എന്നൊന്ന് കെട്ടിപ്പിടിക്ക് ഡാഡി എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ചിപ്പിനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അവരങ്ങനെ കിടന്നുറങ്ങുവാട്ടോ. പിന്നീട് രാവിലെ ആവാണ്. രാവിലെ തന്നെയാണെങ്കിൽ നമ്മുടെ രാമനാഥനും സ്വപ്നവരും ഇങ്ങനെ ചായക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മഞ്ജമയാട്ടോ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോയിരിക്കണത്. രാമ, ദേ ഇന്ന് മഞ്ജമ അടുക്കളയിൽ കയറിയിരിക്കണത്. കൊള്ളാം, ഇടിവിട്ട് മിന്നലൊക്കെ ഉണ്ടാവും. താൻ ലൈറ്റും ഫാനൊക്കെ ഒന്ന് ഓഫ് എന്ന് പറയുമ്പോ നമ്മുടെ മഞ്ജമ ചായ ഇട്ട് അങ്ങോട്ടേക്ക് ഒരു അച്ഛ അമ്മേ ഇതാ ചായ, കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ എന്ന് പറഞ്ഞിട്ട് മഞ്ജമ അപ്പുറത്തേക്ക് പോവാണ്. എങ്ങനെയുണ്ട് രാമ അവളുണ്ടാക്കിയ ചായ? ഓ, കുഴപ്പമില്ല, പക്ഷെ കൊള്ളിലെന്ന് പറഞ്ഞാൽ അവളിന് ചായ ഉണ്ടാക്കി തരില്ല. അതേ ശരിയാ എന്ന് സ്വപ്നവരി പറയാണ്. അങ്ങനെ മഞ്ജു വന്ന് ചോദിക്കണ്ടേ, അച്ഛാ എങ്ങനെയുണ്ട ചായ? ആ, കൊള്ളാം, നല്ല ചായ. ഇനി എല്ലാ ദിവസവും മോൾ അച്ഛനെ ചായ ഉണ്ടാക്കി തന്നാൽ മതി. അച്ഛാ ഇത് കൊലച്ചതിയാട്ടോ, അമ്മ ഉണ്ടാക്കി തരണ്ടേ? അമ്മ ഉണ്ടാക്കി ചായ കുടിച്ചു കുടിച്ചു മടുത്തു, മോളുണ്ടാക്കിയ ചായനെ മതി എന്ന് പറയാണ്. അതിനുശേഷം സ്വപ്നവരി പറയണ്ട്, അതെ എനിക്കൊരു ആഗ്രഹം, വിനോദിന് ഇനി കുടുംബമൊക്കെ വേണ്ടേ? അതെ, അവനിപ്പോ ഈ വീട്ടിലൊരു അംഗമാക്കിയിട്ട് എല്ലാവരും ഏറ്റെടുത്തല്ലോ, ഇനി അവനൊരു കുടുംബം വേണം എന്ന് മഞ്ജുവ പറയാണ്. നല്ലൊരു പെൺകുട്ടിനെ വേണമെങ്കിൽ ഞാൻ കണ്ടുപിടിക്കാം എന്ന് രാമൻ പറയുമ്പോൾ മഞ്ജുവ പറയട്ടെ, വേണ്ടായേ, അച്ഛൻ കടിച്ചൊരു ഉരുപ്പടിയാണല്ലോ ഇവിടെ ഉള്ളത്, ഇനി അതുപോലത്തെ ഒരു ഉരുപ്പടിനെ കണ്ടുപിടിക്കണ്ട. വേണമെങ്കിൽ അച്ഛനെ അപ്പുറത്തെ സുചിത്ര ഇല്ലേ, അവളെ മാഷിന്റെ അടുത്ത് പറഞ്ഞിട്ട് വേണമെങ്കിൽ ആലോചിക്കും. സുചിത്രക്ക് എന്താ കുഴപ്പം? നിനക്ക് അസൂയ, നല്ല സ്മാർട്ട്നെസ് സുന്ദരിയായിട്ടുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ നിനക്ക് അസൂയ. ആർക്ക്? എനിക്കോ ഒരു അസൂയയില്ല എന്ന് മഞ്ജുവ പറയാണ്. സ്വപ്നവലി പറയുന്നുണ്ട്, സുചിത്ര ഒന്നും വേണ്ട, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ ഒരു പെൺകുട്ടിയെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതാരാടോ എന്ന് രാമനാഥൻ ചോദിക്കുമ്പോ, വേറെ ആരല്ല, ഇന്നിവിടെ വന്നില്ല, അനുഗ്രഹ, നല്ല കുട്ടിയാ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്താ ഭവ്യത, നമുക്ക് ആ കുട്ടിനെ വേണമെങ്കിൽ ആലോചിക്കാം. അതിനെ വിനോദിനെയും കൂടി ഇഷ്ടമാവണ്ടേ? വിനോദിന് ഇഷ്ടമായിരിക്കും, എനിക്ക് ഉറപ്പാ എന്ന് മഞ്ജുവ പറയാണ്. മാത്രല്ല അവരുടെ പെരുമാറ്റമൊക്കെ കണ്ടില്ലേ, അവർ തമ്മിൽ എന്തോ പ്രണയത്തിലാണെന്നാ എനിക്ക് തോന്നണത് എന്ന് മഞ്ജുവ പറയുമ്പോ സ്വപ്നവലി, നമുക്കൊരു കാര്യം ചെയ്യാം, വിനോദ് വരുമ്പോ അതിനെക്കുറിച്ച് സംസാരിക്കാം. വിനോദിനെ അതുപോലെ തന്നെ അനുഗ്രഹയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മഹേഷിനെയും അതുപോലെ തന്നെ ഇഷിതേനെയാണ്. അവര് രാവിലെ ആയതൊന്നും അറിഞ്ഞിട്ടില്ല, രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടന്നുറങ്ങുവാട്ടോ. ചിപ്പി പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട്. നൈസായിട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് മഞ്ജുവ പറയണ്ട്, മോളെ അമ്മ അച്ഛനും എഴുന്നേറ്റില്ലേ? ഇല്ല, അവരെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുക. മഞ്ജുവ പറയണ്ട്, സ്വപ്നം കണ്ടില്ലേ അമ്മേ, തലയണ മന്ത്രം. അതെ, അവർക്കുള്ള ചായ അപ്പൊ ഇങ്ങോട്ട് തന്നേ. അതെന്തിനാ? അവര് വന്ന് കുടിച്ചോളും. എനിക്ക് അവർക്ക് ഇന്ന് ചായ കൊടുക്കണം എന്ന് പറയാണ്. ശേഷം നമ്മുടെ മഞ്ജുവ രണ്ടുപേർക്കുള്ള ചായ എടുത്തിട്ട് ചിപ്പിയുടെ കയ്യിലേക്ക് കൊടുക്കാട്ടോ. അത് കാണുമ്പോഴേക്ക് സ്വപ്നവേലിക്ക് രാമനാഥനെ നാണം വരുന്നുണ്ട്. അങ്ങനെ ചിപ്പി ആ ചായ ഗ്ലാസ് ആയിട്ട് റൂമിലേക്ക് പോവാണ്. അമ്മേ എന്നെ ശരിക്കൊന്ന് കെട്ടിപ്പിടിച്ചേ എന്ന് പറയുമ്പോ നമ്മുടെ ഇഷിത ഈ മഹേഷിനെ നന്നായിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം മഹേഷിനോട് പറയണ്ട്, അതെ ഡാഡി എന്റെ കയ്യിൽ ഒരു ഉമ്മ തന്നെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇഷിതയുടെ കൈ എടുത്തിട്ട് നമ്മുടെ മഹേഷ് ഒരു ഉമ്മ കൊടുക്കുക കേട്ടോ. ശേഷം നമ്മുടെ ചിപ്പി അല്ലെങ്കിൽ ഡാൻസ് ആയി കളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇഷിതയും മഹേഷ് അങ്ങനെ
കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടന്നുറങ്ങും കേട്ടോ. പെട്ടെന്നാണ് ഇഷിതയും മഹേഷ് പതുക്കെ ഒന്ന് കണ്ണ് തുറക്കണത്. കണ്ണ് തുറന്നത് രണ്ടുപേരും അയ്യേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ട് മാറി നിന്നിട്ട് ഇങ്ങനെ നാണത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ചിപ്പി പറയുന്നതിന് ആഹാ രണ്ടുപേർക്കും ഭയങ്കര നാണമാണല്ലോ എന്നിങ്ങനെ പറയാണ്. അതെ ഇന്നലെ രാത്രി ഞാനൊരു ഒച്ച കേട്ടല്ലോ എന്ന് പറയുമ്പോ ഈശ്വര പറയണ്ട് അതെ നിന്റെ ഡാഡിയെ കൂർക്കം വലിച്ച ഒച്ചയായിരിക്കും. കൂർക്കം വലിച്ച ഒച്ചയൊന്നല്ല അമ്മേ എനിക്കൊരു ഉമ്മ തന്നെ എന്ന് പറയുമ്പോ ഇഷിത നമ്മുടെ ചിപ്പിയുടെ മുഖത്തൊരു ഉമ്മ കൊടുക്കാണ്. ഈ ഒച്ച ഞാൻ കേട്ടത്. അയ്യേ എന്ന് ഇഷിത പറയുമ്പോ അതൊരു പ്രാവശ്യമല്ല കുറെ പ്രാവശ്യം കേട്ടു. അപ്പോഴേക്കും മഹേഷിന് ചെറിയ നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ചിപ്പി പറയണ്ട അതെ അപ്പ എന്നോട് ചോദിക്കുക അമ്മയും അച്ഛനും ഇതുവരെ എഴുന്നേറ്റില്ലെന്ന്. ഞാൻ പറയും രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാന്ന്. എന്താ രണ്ടുപേർക്കും ഒരു നാണം. ഇതേ ചായ കുടിച്ചേ ഡാഡി ഇന്ന ചായ കുടിച്ചേ, അമ്മ ഇതേ ചായ ഇന്നാ കുടിച്ചേ എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ശേഷം നമ്മുടെ മഹേഷിന്റെ ഇത് പറയുന്നുണ്ട് ചിപ്പി അതെ ഡാഡി ഇന്ന് എനിക്ക് സ്കൂളില്ല ഓഫാണ്. അപ്പൊ ഇഷ്ടം പറയണ്ട് അതെ എനിക്കൊന്ന് ഓഫാണെന്ന് പറയുമ്പോഴേക്കും അത് ഞങ്ങൾക്ക് പുറത്തൊന്ന് പോയാലോ എന്ന് ചിപ്പി പറയുമ്പോ ഇല്ല എനിക്കൊരു ഗെറ്റ് ടുഗദർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ചിപ്പിയാണെങ്കിൽ ചിപ്പിയുടെ അടുത്ത് ഇഷ്ടം പറയണ്ടേ എടി കള്ളി നീ ഞങ്ങൾ ഉറങ്ങിയപ്പോ മാറി കിടന്നതല്ലേ എന്ന് പറയുമ്പോ അതേന്ന് പറഞ്ഞിട്ട് ചിപ്പി ചിരിക്കുകയാണ്. എടി കള്ളി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടം ഇക്കിളി ഓടിയിട്ട് ചിപ്പിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ ഇഷിതയും അതുപോലെ തന്നെ ചിപ്പിയും കൂടിയിട്ട് റെഡി ആയിട്ടിരിക്കണം മഹേഷിനോട് പോകാണ്ട്. മഹേഷിന് പക്ഷെ എന്തോ കോൾ വരുന്നുണ്ട്. ഭയങ്കര ദേഷ്യത്തിലാണ്. ഇഷിത പറയണ്ട അതെ ഇന്നൊരു ഗെറ്റ് ടുഗദർ ഉണ്ട് എനിക്ക് വരാൻ പറ്റില്ല വെച്ചാൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ സുചിത്രയുടെ വക എന്തോ ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ സുചിത്ര ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ മഹേഷ് പോകുന്നുണ്ട്. സുചിത്ര നമ്മുടെ മഹേഷിനോട് സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം മഹേഷ് അകത്ത് പോകുമ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ആദ്യം വരുവാട്ടോ. ആദ്യനെ കുറിച്ച് നമ്മുടെ ആകാശും അതുപോലെ തന്നെ രചനയും കൂടി പറയണ്ട്. രചന പറയണ്ട അതെ ഇപ്പൊ അവൻ ചെറുതാണ് നാളെ സമയത്ത് അവൻ വലുതാവും ഒറ്റക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായവും അന്ന് ചിലപ്പോ നമ്മൾ അവനോട് കാണിച്ച ദ്രോഹവും അതുപോലെ തന്നെ അവന്റെ തെറ്റിദ്ധാരണയൊക്കെ മാറി മഹേഷിന്റെ അടുക്കാൻ ചാൻസ് ഉണ്ട് എന്ന് രചന പറയാണ്. ശേഷം ആ ഒരു ഇവന്റിലേക്ക് നമ്മുടെ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് ഇഷിതയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇഷിതയും ചിപ്പിയും ആകാശും രചനയും മഹേഷും സുചിത്രയും ആദ്യമൊക്കെ ഒത്തുകൂടുന്ന ഒരു ഇവന്റ് ആണത്. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ ബൈ ബൈ.